കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷി ഭവൻ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സേവനങ്ങൾ സ്മാർട്ടാകണമെന്ന് മന്ത്രി. വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷി ഭവൻ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സേവനങ്ങൾ സ്മാർട്ടാകണമെന്ന് മന്ത്രി. വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, കൃഷി ഭവനുകൾ സ്മാർട്ടാകുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങളും അതിനൊപ്പം സ്മാർട്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. വേദിയിലുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആദരണീയരായ കർഷക സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു സംവിധാനം ഇവിടെ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നു. വടക്കാഞ്ചേരി കൃഷിഭവൻ സ്മാർട്ടാവുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടെ വടക്കാഞ്ചേരി സ്മാർട്ട് കൃഷിഭവന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പാണ് ശ്രീ വി രാഘവൻ കൃഷി ഓഫീസുകളെ മാറ്റിത്തീർത്തു. അങ്ങനെയാണ് ഈ പേരും വന്നത്, കൃഷിഭവൻ. കേൾക്കാനൊരു ഇമ്പമുണ്ട്. ഭവൻ എന്ന് സാധാരണ വീടുകൾക്കാണ് പേരിടുന്നത്. ഓരോ പേരുകളൊക്കെ വെച്ചിട്ട് ഭവനം എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നത്. കർഷകർക്ക് അവരുടെ വീട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വീടായി കൃഷിയുമായി ബന്ധപ്പെട്ട ഓഫീസ് മാറണം. ഇതായിരുന്നു വി രാഘവന്റെ ആശയം, അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണ് അതിമനോഹരമായൊരു പേരിലേക്ക് കേരളം എത്തിയത്, കൃഷിഭവൻ. കാലം കുറേ കഴിഞ്ഞു, വർഷം 30-ലധികമായി. പുതിയ കാലത്തിന്റെയും പുതിയ രീതിക്കും അനുസരിച്ച് കൃഷിഭവനുകളിൽ മാറ്റം വരണം. 2 കോടി രൂപ ചിലവിൽ 3470 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച ഈ അത്യാധുനിക കെട്ടിടത്തിൽ ബയോ ഫാർമസി, വിള ആരോഗ്യ കേന്ദ്രം, എക്കോ ഷോപ്പ്, ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ കർഷകർക്ക് ലഭ്യമാകും. കൃഷി ഓഫീസർമാർ കൃഷിഭവനുകളിൽ ഒതുങ്ങാതെ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം. കൃഷി വകുപ്പ് നടപ്പാക്കിയ കതിർ ആപ്പിലൂടെ കർഷകർക്ക് വിളകളുടെ ചിത്രം അപ്ലോഡ് ചെയ്താൽ അന്നുതന്നെ വിദഗ്ധോപദേശം ലഭിക്കുന്നുണ്ടെന്നും കൃഷി സ്മാർട്ടാകുമ്പോൾ ഭക്ഷണവും ആരോഗ്യവും സ്മാർട്ടാകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കൃഷി ഓഫീസർ EF നിംബ ഫ്രാങ്കോ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CC.